ലണ്ടൻ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം നൽകിയ ഈ കമന്റുകളാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പ്രധാന പ്രചോദനം നൽകുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ കമന്റ്സ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. അപ്പൊ നമുക്ക് അമേരിക്കൻ ഷട്ട് ഡൗണിലേക്ക് കടക്കാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോക സാമ്പത്തിക ശക്തിയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യം ഇന്ന് ബജറ്റ് തർക്കത്തിന്റെ പേരിൽ ഔദ്യോഗികമായി അവരുടെ ഗവൺമെന്റിനെ തന്നെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അടച്ചുപൂട്ടിയത് അമേരിക്കൻ സർക്കാരില്ല, അതിന് ഇന്ത്യക്കാരായ നമുക്ക് എന്ത് പ്രശ്നം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഭരണപരമായ ഈ സ്തംഭന ആഗോള വാണിജ്യ ബന്ധങ്ങളെയും പ്രത്യേകിച്ച് ഇന്ത്യൻ IT മേഖലയെയും എങ്ങനെ ബാധിക്കുന്നു, അമേരിക്കൻ ഷട്ട് ഡൗണിന്റെ തർക്കങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു, നിലവിലെ അവസ്ഥകൾ തുടങ്ങിയ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതുപോലെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, മോസ്റ്റ് വെൽക്കം ആൻഡ് ലവ് യു ഓൾ. മൈ നെയിം ഈസ് ആദ്യം തന്നെ ഹൗ ഇറ്റ്സ് ഹാപ്പൺ, എങ്ങനെയാണ് ഈ തർക്കങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് നോക്കാം. അമേരിക്ക ഭരണപരമായ സ്തംഭനാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് ഒറ്റ രാത്രി കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. അമേരിക്കൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കോൺഗ്രസിലാണ് ഈ തർക്കങ്ങൾ ആദ്യമായി ഉടലെടുക്കുന്നത്. അതായത് ഒരു വർഷത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ആശയങ്ങളും ചർച്ചകളും നടക്കുന്ന ഒരു വേദിയാണ് ഈ കോൺഗ്രസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അമേരിക്ക മാത്രമല്ല കേട്ടോ, എല്ലാ രാജ്യങ്ങളും ഇത് ചർച്ച ചെയ്യപ്പെടാറുള്ളതാണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈ കോൺഗ്രസ് ട്രംപിന്റെ നയങ്ങൾ പിന്തുണയ്ക്കാനുള്ള അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒബാമ നേതൃത്വങ്ങളായ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾ നിലനിൽക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായാണ് ഈ തർക്കങ്ങളെ വിലയിരുത്തേണ്ടത്. സാധാരണയായി അമേരിക്കൻ സർക്കാർ ഓരോ സാമ്പത്തിക വർഷവും, അതായത് ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെ പ്രവർത്തിക്കാനുള്ള ധനവിനിയോഗ ബില്ലുകൾ ഒക്ടോബർ 1 മുൻപ് ഈ പറഞ്ഞ കോൺഗ്രസ് ഒത്തുചേർന്ന് പാസ്സാക്കേണ്ടതുണ്ട്. എന്നാൽ 2025 ബജറ്റ് ബില്ലുകൾ പാസ്സാക്കുന്നതിൽ ഈ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രധാനമായും ട്രംപിന്റെ ഭരണകൂടം മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ നിർമ്മാണത്തിനും മറ്റ് കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾക്കുമായിട്ട് ബജറ്റിൽ വൻ തുകകൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഒബാമയുടെ ഡെമോക്രാറ്റുകൾ ഈ ആവശ്യത്തെ ശക്തമായി എതിർത്തതോടെ സംയോജിതമായ സഹകരണങ്ങൾ ഇല്ലാത്തതിനാല് ബജറ്റ് ബില്ല് നിലയ്ക്കുകയും ഈ ബജറ്റ് തർക്കം മൂർച്ഛിച്ചതിന്റെ ഫലമായിട്ട് പണം ലഭിക്കാത്ത ഫെഡറൽ ഏജൻസികൾ തങ്ങളുടെ നോൺ എസെൻഷ്യൽ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും നിർബന്ധിതരായി. ഇത് കൂടാതെ ആരോഗ്യ സംരക്ഷണ സബ്സിഡികൾക്ക് തുടർന്നും ഫണ്ടിംഗ് നൽകണമെന്ന ഒബാമയുടെ ഡെമോക്രാറ്റുകളുടെ ആവശ്യങ്ങളെ നയപരമായ റൈഡറുകൾ അഥവാ പോളിസി റൈഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കുകയും ഈ സബ്സിഡികൾ ഉൾപ്പെടുത്താത്ത ക്ലീൻ ഫണ്ടിംഗ് ബിൽ മാത്രം അനുവദിച്ചാൽ മതിയെന്നും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി നിലപാടെടുത്തതോടെ ഇരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതെ വരികയും 2025 ഒക്ടോബർ 1 മുൻപ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതുമാണ് ഈ US ഷട്ട് ഡൗണിന്റെ നിയമപരമായ കാരണങ്ങൾ. ഈ കോൺഗ്രസിന് ധനസഹായം നീട്ടാനുള്ള ഒരു നടപടിയിലും ധാരണയിലെത്താൻ കഴിയാത്തതിനെ തുടർന്നിട്ട് ഫെഡറൽ ഏജൻസികൾക്ക് പണം ലഭിക്കാതെ വന്നതും അത് നോൺ എസെൻഷ്യൽ സേവനങ്ങൾ താൽക്കാലികമായി നിലനിർത്തുന്നതിലേക്ക് നയിച്ചു. ഇനി കറന്റ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 ഒക്ടോബർ 4 റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ സെനറ്റിലെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഫണ്ടിംഗ് നീട്ടാനുള്ള കാര്യത്തിൽ കടുത്ത ഭിന്നതയിൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും ഒത്തുതീർപ്പിൽ എത്തുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നത് 2024 അവസാനത്തോടെ കാലാവധി തീരുന്ന ACA ഒബാമ കെയർ, അതായത് അഫോർഡബിൾ കെയർ ആക്ട് സബ്സിഡികൾക്ക് തുടർന്നും ഫണ്ടിംഗ് നൽകാൻ റിപ്പബ്ലിക്കന്മാർ സമ്മതിച്ചാൽ മാത്രമേ ഫണ്ടിംഗ് ബില്ലിനെ പിന്തുണയ്ക്കൂ എന്ന ഉറച്ച നിലപാടിലാണ്. മറിച്ച് ട്രംപിന്റെ റിപ്പബ്ലിക്കന്മാരുടെ നിലപാട് എന്നത് സർക്കാർ ഷട്ട് ഡൗൺ അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ആരോഗ്യ സംരക്ഷണ നയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ എന്നതാണ്. ഈ അടുത്ത കാലത്തൊന്നും ഈ പ്രതിസന്ധികൾ അവസാനിക്കില്ല എന്നതിനുള്ള സൂചനയായിട്ടാണ് ഇരു കൂട്ടരുടെയും ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ എന്ന് മനസ്സിലാക്കാം. നിലവിലുള്ള തർക്കങ്ങളെ തുടർന്ന് ലൈബ്രറി ഓഫ് കോൺഗ്രസ് പോലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായിട്ട് റിപ്പോർട്ടുണ്ട്. ദേശീയ ഉദ്യാനങ്ങൾ, നാഷണൽ പാർക്ക്, ഫെഡറൽ കോടതികളുടെ നോൺ എസെൻഷ്യൽ പ്രവർത്തനങ്ങൾ, ചില ആരോഗ്യ സേവനങ്ങൾ എന്നിവയിലും തടസ്സങ്ങളും കാലതാമസങ്ങളും നിലവിൽ നേരിടുന്നുണ്ട്. ഇതുപോലുള്ള മുൻകാല ഷട്ട് ഡൗണുകൾക്ക് അമേരിക്കൻ ഗവൺമെന്റിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. 2018-2019 ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗണിന് ഏകദേശം $11 ബില്യൺ ചെലവ് വന്നത്. നിലവിലെ ഷട്ട് ഡൗൺ നീളുകയാണെങ്കിൽ ഇതേ സാമ്പത്തിക ആഘാതം അമേരിക്ക നേരിടേണ്ടി വരും. നിലവിൽ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും ഡെമോക്രാറ്റുകളും പരസ്പരം പഴിചാരുകയാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഷട്ട് ഡൗൺ അധികനാൾ നിലനിൽക്കില്ല എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ ഡെമോക്രാറ്റുകൾ ആരോഗ്യ സംരക്ഷണ പ്രശ്നത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു ധനസഹായ ബില്ലിൽ കോൺഗ്രസ് തുല്യ അഭിപ്രായം കണ്ടെത്തുന്നതുവരെ ഫെഡറൽ സർക്കാർ അടച്ചുപൂട്ടലിൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഹൗ ഇറ്റ്സ് എഫക്ട്സ്, US ഷട്ട് ഡൗൺ എങ്ങനെ ഇന്ത്യൻ കമ്പനികളെ ബാധിക്കുന്നു എന്ന് നോക്കാം. അമേരിക്കൻ ഷട്ട് ഡൗൺ എന്ന ഈ പ്രതിസന്ധി
കേവലം കടലാസുകളിലുള്ള ഒരു നിയമ നടപടിയല്ല, മറിച്ച് അമേരിക്കയിലെ സാധാരണ പൗരന്മാരുടെയും അന്താരാഷ്ട്ര രംഗത്തെ പങ്കാളികളുടെയും ദൈനംദിന ജീവിതത്തെ ഇത് ഗുരുതരമായി ബാധിക്കാൻ കാരണമായേക്കാം. ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് അമേരിക്കൻ ഫെഡറൽ എംപ്ലോയീസ് അഥവാ അമേരിക്കൻ കേന്ദ്ര ഗവൺമെന്റ് വിഭാഗത്തിൽ ജോലി ചെയ്ത ജീവനക്കാർക്കായിരിക്കും. ഏകദേശം 8 ലക്ഷത്തിലധികം ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ അവധിയെടുക്കേണ്ടി വരും. ഇതിൽ എസൻഷ്യൽ പേഴ്സണൽ, അതായത് ആവശ്യ സേവനങ്ങളിലുള്ളവർ, US ബോർഡർ പാട്രോൾ ആർമി ഉദ്യോഗസ്ഥർ പോലുള്ളവർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. ഷട്ട് ഡൗൺ അവസാനിപ്പിക്കുമ്പോൾ ശമ്പളം ലഭിക്കുമെങ്കിലും ഈ ദിവസങ്ങളിൽ അവരുടെ സാമ്പത്തിക നില കഷ്ടത്തിലാവും. അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ എസെൻഷ്യൽ സർവീസിൽ വരുന്നതിനാൽ അതൊഴിച്ച് എയർപോർട്ടിലെ സുരക്ഷാ പരിശോധനകൾ നടത്തുന്ന ഉദ്യോഗസ്ഥർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ മനോവീര്യം കുറയുകയും ഇത് പലപ്പോഴും ജോലിയിൽ കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ എയർപോർട്ടുകളിലെ പരിശോധനകളിൽ വലിയ കാലതാമസം വരാനും വിമാന സർവീസുകൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ പൊതുസേവനങ്ങളിൽ ഉൾപ്പെടുന്ന പാസ്പോർട്ട് ഓഫീസുകൾ വരെ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടാവും. ഷട്ട് ഡൗൺ ദീർഘിച്ചാൽ പാസ്പോർട്ട് അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാവും. ഇത് അന്താരാഷ്ട്ര യാത്രകളെയും ബിസിനസ് ഇടപാടുകളെയും നേരിട്ട് ബാധിക്കും. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഈ ഷട്ട് ഡൗൺ നമ്മുടെ വിസ പ്രോസസിംഗ് തടസ്സപ്പെടുത്താനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പൊതുവെ ഫീസ് ഫണ്ടിംഗ് ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷട്ട് ഡൗൺ അതിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കില്ലായിരിക്കാം. എന്നാൽ ഒരു വിസ പ്രോസസ് പൂർത്തിയാക്കാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ പോലുള്ള മറ്റ് പ്രധാന സർക്കാർ ഏജൻസികളുടെ സഹായം ആവശ്യമാണ്. ഈ അനുബന്ധിത ഏജൻസികൾ പ്രവർത്തനരഹിതമാകുമ്പോൾ പുതിയ H1B, L1 വിസ അപേക്ഷകളുടെയും നിലവിലുള്ള വിസകളുടെ പുതുക്കലിന്റെയും നടപടികൾ കാലതാമസം എടുക്കാൻ കാരണമാവും. രണ്ടാമതായി ഇന്ത്യൻ IT മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. TCS, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, കോഗ്നിസെന്റ് തുടങ്ങിയ വൻകിട ഇന്ത്യൻ IT സ്ഥാപനങ്ങൾ US-ലെ ക്ലയന്റുകൾക്കായിട്ട് ആളുകളെ ഓൺ സൈറ്റിലേക്ക് അയക്കുന്നതിന് H1B, L1 വിസകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിസ നടപടികളിലെ കാലതാമസം പ്രൊജക്ട് ഡെലിവറികളെ തടസ്സപ്പെടുത്തും. US-ലെ കോൺട്രാക്റ്റുകൾ പുതുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഈ കമ്പനികളുടെ വരുമാനത്തെയും ലാഭത്തെയും നേരിട്ട് ബാധിക്കും. ഈ ഷട്ട് ഡൗൺ കാരണം വിസ പ്രോസസിംഗ് വൈകുന്നതിനോടൊപ്പം ട്രംപിന്റെ മറ്റ് കർശനമായ നയങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഇരട്ടപ്രഹരം നേരിടുകയാണ്. ഈ അടുത്തുള്ള ട്രംപ് ഭരണകൂടം H1B വിസയ്ക്ക് ഏകദേശം $1 ലക്ഷം ഒറ്റത്തവണ ഫീസ് ഏർപ്പെടുത്തിയായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഉയർന്ന ഫീസും ഷട്ട് ഡൗൺ കാരണം ഉണ്ടാകുന്ന കാലതാമസവും ഇന്ത്യൻ IT മേഖലയെ US-ലെ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ തൊഴിലാളികളുടെ US-ലെ സാധ്യതകൾ കുറയ്ക്കുന്നതിനും പ്രാദേശിക നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികളായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇനി ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷട്ട് ഡൗൺ ഒരു ബജറ്റ് തർക്കം എന്നതിലുപരി ഒരു രാഷ്ട്രീയ ആയുധമായാണ് പ്രവർത്തിക്കുന്നത്. കാരണം കോൺഗ്രസ് ധനവിനിയോഗ ബില്ലുകൾ പാസാക്കുന്നതിന് പരാജയപ്പെടുന്നതിനെ കേവലം ഭരണപരമായ വീഴ്ചയായി കാണാനാവില്ല. ഇത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പക്ഷം ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ പ്രധാന രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണിത്. ധനവിനിയോഗ ബിൽ തടസ്സപ്പെടുത്തുന്നതിലൂടെ തീവ്ര വലതുപക്ഷ കക്ഷികൾ തങ്ങളുടെ പ്രധാന ആവശ്യങ്ങളായ അതിർത്തിയിലെ കർശന നിയന്ത്രണങ്ങൾക്കും വലിയ ഫെഡറൽ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും പിന്തുണ നേടാൻ ശ്രമിക്കുന്നു. ഈ രീതിയിലുള്ള ഭരണപരമായ പ്രതിസന്ധികൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വർദ്ധിച്ചു വരുന്ന ധ്രുവീകരണത്തിന്റെ ലക്ഷണമാണ്. രാഷ്ട്രീയ എതിരാളികൾ ഒന്നാവുന്നതിന് പകരം പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുന്ന നടപടികളെ പോലും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നു. ഈ രാഷ്ട്രീയ തന്ത്രം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ദോഷകരമാണ് എന്നതിലുപരി ആ രാജ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ പൗരന്മാരുടെയും ഭാവിയുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഭരണകൂടത്തിന്റെ വെല്ലുവിളികൾ കൂടിയാണ്. ഇനി ഹൗ ടു ഹാൻഡിൽ, എങ്ങനെയെല്ലാം ഈ പ്രതിസന്ധികളെ നേരിടാൻ കഴിയുമെന്ന് നോക്കാം. പ്രത്യക്ഷത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വൺ വേർഡ് ആൻസർ സൊല്യൂഷൻ ആയിട്ട് ഇല്ല എങ്കിൽ പോലും ഗ്രാജുവലി മറികടക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അമേരിക്കൻ സർക്കാർ ഷട്ട് ഡൗണിലൂടെ സൃഷ്ടിച്ച അനിശ്ചിതത്വവും ട്രംപ് ഭരണകൂടം കർശനമാക്കിയ H1B വിസ ഫീസ് വർധനവ് പോലുള്ള സംരക്ഷണവാദപരമായ നയങ്ങളും ഇന്ത്യൻ IT മേഖലയെല്ലാം സാരമായി ബാധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലെ ഷട്ട് ഡൗൺ കാരണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ അടച്ചിരിക്കുന്നതിനാൽ പുതിയ H1B വിസ അപേക്ഷകൾ, തൊഴിൽദാതാവിനെ മാറ്റിയുള്ള ട്രാൻസ്ഫറുകൾ, സ്റ്റാറ്റസ് മാറ്റങ്ങൾ എന്നിവ പൂർണ്ണമായും മരവിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ IT പ്രൊഫഷണലുകൾ H1B നടപടികൾക്ക് നിർണായകമായ LCA ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ അംഗീകാരം ഷട്ട് ഡൗണിന് മുൻപ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തുക. LCA അംഗീകരിച്ച അപേക്ഷകൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കൈകാര്യം ചെയ്തേക്കാം. കാരണം ഈ സർവീസ് ഫീസ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമതായിട്ട് വിസ കാലാവധി കഴിഞ്ഞു പോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. വിസയുടെ നിയമപരമായ നിലയെ ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണൽമാരുണ്ട്. അവരുടെ നിയമപരമായ സ്റ്റാറ്റസ് ഉറപ്പാക്കാൻ എത്രയും വേഗം ബന്ധപ്പെട്ടവരുമായുള്ള നിയമോപദേശം തേടുക. വിസ നടപടികളിലെ കാലതാമസം കാരണം പ്രൊജക്ട് ഡെലിവറികൾ തടസ്സപ്പെടാനും ഇത് വരുമാനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അമേരിക്കൻ വിപണിയിലെ അമിതമായ ആശ്രയത്വം കുറയ്ക്കുന്നതിന് IT കമ്പനികൾ ഉടൻ തന്നെ തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഗ്ലോബൽ ഡെലിവറി മോഡൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ മാറ്റങ്ങൾ സംഭവിക്കുക. US-ലെ ഓൺ സൈറ്റ് ജോലിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. പകരം ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഓഫ്ഷോർ ഡെലിവറി കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കുക. ഇതുകൂടാതെ വിദേശ വിപണിയെ മാത്രം ആശ്രയിക്കാതെ രാജ്യത്തിനകത്തുള്ള സ്റ്റാർട്ടപ്പുകളിലും ടെക് സ്ഥാപനങ്ങളിലും കൂടുതൽ നിക്ഷേപം നടത്തുകയും തദ്ദേശീയമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം
ഇത്തരം പ്രതിസന്ധികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംരക്ഷണവാദപരമായ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ബ്രിക്സ് പോലുള്ള ബദൽ കൂട്ടുകെട്ടിലൂടെ ഇന്ത്യക്ക് സാമ്പത്തിക ബന്ധങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും. എന്താണ് ബ്രിക്സ് എന്നും ഇന്ത്യ, റഷ്യ, ചൈന രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപാടുകളെ പറ്റി ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടും. ചുരുക്കത്തില് അമേരിക്കൻ ഷട്ട്ഡൌൺ ഒരു താൽക്കാലിക പ്രതിസന്ധി ആണെങ്കിൽ പോലും ട്രംപിന്റെ കർശനമായ നയങ്ങൾ ഇന്ത്യൻ IT മേഖലയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തില് തന്ത്രപരമായ ആസൂത്രണത്തിലൂടെയും വിപണി വൈവിധ്യവത്കരണത്തിലൂടെയും മാത്രമേ ഇന്ത്യൻ ടെക്നോളജി മേഖലയ്ക്ക് ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ആഗോളതലത്തിൽ വളർച്ച തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന കൺക്ലൂഷനോടുകൂടി നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരേക്കും സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ.